ഇതുപോലെ ഒരു നല്ല തക്കാളി വിളവെടുപ്പ് ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും. ഇതിനായി പഴയ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾക്കൊപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇന്ന് കാണുന്നത്. പൂക്കൾ വിരിഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ തക്കാളി ചെടിയുടെ ഇലകളുടെയും പൂക്കുലയുടെയും അടിവശത്തൂടെ താങ്ങായി വള്ളിയോ പ്ലാസ്റ്റിക് കോട്ടിങ്ങുള്ള കമ്പിയോ ഇതുപോലെ ചുറ്റിയെടുത്ത് മുകളിലേക്ക് വലിച്ചു കെട്ടണം. കായകളുടെ കനവും കാറ്റും കാരണം തണ്ടൊടിഞ്ഞ് ചെടി നഷ്ടപ്പെടാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പുറത്തു വളരുന്ന ചെടികളുടെ അടുത്ത് തേനീച്ചകളെ ആകർഷിക്കുവാനായി മാരിഗോൾഡ് പോലെയുള്ള ചെടികളെ നട്ടാൽ അത് പോളിനേഷനെ സഹായിക്കുകയും കാപിടുത്തം കൂടുകയും ചെയ്യും. ഗ്രീൻ ഹൗസിൽ വളരുന്ന ചെടികളിൽ മാനുവൽ പോളിനേഷനായി ഇങ്ങനെ തട്ടിക്കൊടുക്കുകയോ പൂക്കളിലൊരു ബ്രഷ് ഉപയോഗിച്ച് പോളിനേഷൻ നടത്തുകയോ ചെയ്താൽ മതി. നല്ല വെയിൽ കിട്ടാൻ തുടങ്ങിയതോടെ കായകൾ പഴുത്തു തുടങ്ങി. പഴുത്ത കായകളോടൊപ്പം മൂപ്പെത്തിയ കായകളും പറിച്ചു മാറ്റിയാൽ, നല്ല കാലാവസ്ഥ കൂടി കിട്ടിയാൽ രണ്ടാം വട്ടവും ചെടിയിൽ പുതിയ പൂക്കളും കായകളും പിടിക്കുന്നതിന് സഹായകരമാണ്. ചെടിയുടെ വളർച്ചയ്ക്കായി ഞാൻ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും വീട്ടിലുണ്ടാക്കുന്ന ലിക്വിഡ് ഫെർട്ടിലൈസർ നേർപ്പിച്ചൊഴിക്കുകയും മഴയില്ലാത്തപ്പോൾ ശേഖരിച്ചു വെച്ച മഴവെള്ളം ഉപയോഗിച്ച് നനച്ചു കൊടുക്കുകയും ചെയ്യും. ഞാൻ ഉപയോഗിക്കുന്ന ലിക്വിഡ് ഫെർട്ടിലൈസർ എങ്ങനെ ഉണ്ടാക്കാമെന്നറിയാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ തക്കാളിപ്പഴങ്ങൾ കൊണ്ട് ഈ കുഞ്ഞു ബക്കറ്റും ഞങ്ങളുടെ മനസ്സും നിറഞ്ഞു. നല്ല മധുരമുള്ള പഴങ്ങളായിരുന്നതിനാൽ കുട്ടികൾക്കും സന്തോഷമായി. താങ്ക് യു ഫോർ വാച്ചിങ്.